Discuss the types of bank. There exist different types of banks in an economy or all over the world. First type is a saving bank. These saving banks are for the promotion of saving habits of individual. അതായത് ആൾക്കാരുടെ സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ബാങ്കുകളെയാണ് നമ്മൾ സേവിങ് ബാങ്ക്സ്. അവിടെ നമ്മൾ സേവിങ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സേവിങ് ബാങ്ക്സിൽ ഉണ്ടാവുക. അതിൽ വെച്ചിട്ടുള്ള ലോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സേവിങ്സ് ബാങ്ക്സിൽ ഉണ്ടാവുക. സേവിങ്സ് ബാങ്ക്സ് എന്നുള്ളതാണ് ഒരു നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ബാങ്കുകളുടെ ഒക്കെ പേര് സേവിങ്സ് ബാങ്ക് എന്നുള്ളത്. ആ സേവിങ്സ് ബാങ്ക് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ കേൾക്കുന്ന കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ദേ പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആണ്. ലോങ് ടേം പ്രൊവൈഡ് ചെയ്യില്ല. ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന സെക്കൻഡ് കാറ്റഗറി. തേർഡ് വൺ ലാൻഡ് മോർഗേജ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. നമ്മുടെ ഭൂപണയ ബാങ്കുകൾ എന്ന് പറയില്ലേ, അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് അഗ്രികൾച്ചർ ബാങ്ക്സ് എന്നും കൂടി പറയാറുണ്ട്. ദിസ് ഇസ് ദ തേർഡ് കാറ്റഗറി. നമ്പർ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. തേർഡ് കാറ്റഗറി ലാൻഡ് മോർഗേജ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെയും അങ്ങനെ ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഭൂപണയം, അതായത് നമ്മുടെ ലാൻഡ് പണയം വെച്ചുകൊണ്ട് ലോൺ കിട്ടുന്ന അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് നമ്മൾ ലാൻഡ് മോർഗേജ് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡിജിനസ് ബാങ്ക്സ് ആണ്. ഇൻഡിജിനസ് ബാങ്ക്സ് നമ്മൾ തദ്ദേശീയമായിട്ടുള്ള കുറേ ബാങ്കുകളുണ്ടാകും. ചില സ്റ്റേറ്റിലൊക്കെ ഉണ്ട് നമ്മളുടെ അതാത് കമ്മ്യൂണിറ്റികൾ വെച്ച് നടത്തുന്ന അങ്ങനെയുള്ള ഇൻഡിജിനസ് ബാങ്കുകളുണ്ട്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി സെൻട്രൽ, ഫെഡറൽ ആൻഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. സെൻട്രൽ ബാങ്കുകൾ എന്നുള്ള ഒരു കാറ്റഗറി നമ്മൾ കേട്ടിട്ടുള്ള ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അങ്ങനെ ഒരു കാറ്റഗറി നമ്മൾക്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നതാണ്. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത് നമ്മൾക്ക് അറിയുന്നതാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. അതായത് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറയുന്നത് ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഫോറിൻ മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള ബാങ്കുകളൊക്കെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുക. കൺസ്യൂമർ ബാങ്ക്സ് എന്നുള്ളതാണ് അടുത്ത കാറ്റഗറി. കൺസ്യൂമർ ബാങ്ക്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ലോൺസ്. നമ്മുടെ ഇന്ത്യയിൽ അത്രയും കൂടെ പ്രിവലൻ്റ് അല്ല. ഫോറിൻ കൺട്രീസിലൊക്കെ കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങിക്കാൻ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ നമ്മുടെ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളാണ് ഈ കൺസ്യൂമർ ബാങ്ക്സ്. കൺസ്യൂമർ ഡ്യൂറബിൾസിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന തരത്തിലുള്ള ബാങ്കുകളാണ് കൺസ്യൂമർ ബാങ്ക്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബാങ്കുകൾ. സേവിങ്സ് ബാങ്ക്സ് ഉണ്ട്, കമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്, ലാൻഡ് മോർഗേജ് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇൻഡിജിനസ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക്, കൺസ്യൂമർ. പിന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ എന്നൊക്കെ ചോദിക്കില്ലേ. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതായത് RBI ആക്ട് ഉണ്ട്. RBI ആക്ട് 1969 സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുക. ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്സ് കംസ് അണ്ടർ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI ആക്ട് 1969. 1969 RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുക. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലോസ് C സെക്ഷൻ 5 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വരുന്ന ഷെഡ്യൂൾഡ് അല്ലാത്ത ബാങ്കുകളെയാണ് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയും. അതായത് ഇവിടെ രണ്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. അവിടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ക്ലോസ് C സെക്ഷൻ 5 വരുന്ന ബാങ്കുകളെയാണ് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് RBI ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് നമ്മൾ എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ്, നോൺ ഷെഡ്യൂൾഡ്. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഷെഡ്യൂൾഡ് ബാങ്ക് RBIയുടെ ആക്ടിൻ്റെ പുറത്ത് പറയാം. സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1969 നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് സെക്ഷൻ 5 ക്ലോസ് C ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ആക്ട് 1949 കീഴിൽ വരുന്ന ബാങ്കുകളെയാണ് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയും. ഇത്രയാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ബാങ്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. സേവിങ്സ് ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, ലാൻഡ് മോർഗേജ്, ഇൻഡിജിനസ്, സെൻട്രൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക്, കൺസ്യൂമർ ബാങ്ക്, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്.